അസ്സലാമു അലൈക്കും. തൻ്റെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റിയവനെ നാദിറ പ്രണയം നിറഞ്ഞ കണ്ണുകളോടെ നോക്കി നിന്നുപോയി. ഓഫ് വൈറ്റ് കുർത്തയിൽ അവനെ കാണാൻ നന്നായിട്ടുണ്ടെന്ന് തോന്നിയവൾക്ക് ഇത്രയും സമയമായിട്ടും അവൾ അവനെ നോക്കിയിരുന്നില്ല. മിന്നായം പോലെ കണ്ടു എന്നല്ലാതെ ഇപ്പോഴാണ് മുഖത്തേക്ക് നോക്കുന്നത് തന്നെ. അവൻ്റെ ചുണ്ടിൽ ചെറുതായി തനിക്ക് വേണ്ടി വിരിഞ്ഞ പുഞ്ചിരിക്ക് പകരമായവൾ അതിമനോഹരമായ ഒരെണ്ണം തിരിച്ചു കൊടുത്തു. അവൻ്റെ അരികിൽ വന്നു നിന്നവൾ മുന്നിലേക്ക് നോക്കി. തങ്ങളിൽ മാത്രം കണ്ണുറപ്പിച്ച് ഒരുപാട് മനുഷ്യർ പുഞ്ചിരി തൂകി നിൽക്കുന്നു. മനസ്സ് നിറഞ്ഞുകൊണ്ടവൾ അവനോട് ചേർന്ന് നിന്നു. സാബിറിൻ്റെ കൈകൾ തൻ്റെ കഴുത്തിലേക്ക് ചേർന്ന് വരുന്നതും അവൻ്റെ മഹർ തൻ്റെ കഴുത്തേരം ചേർന്നതും നാദിറ ഏതോ മായാലോകത്തെന്ന പോലെ അറിയാതെ മോഹിച്ചൊരുവൻ. ചേർന്ന് നിൽക്കാൻ പോലും സാധിക്കുമോ എന്നറിയാതെ ഹൃദയത്തിൻ്റെ താളുകളിൽ പകർത്തി സൂക്ഷിച്ചു വെച്ചൊരുവൻ ഇന്നിതാ തനിക്ക് അവൻ സ്വന്തമായിരിക്കുന്നു. തനിക്ക് മാത്രം സ്വന്തം. നാദിറയുടെ കണ്ണുകൾ നിറഞ്ഞു, ചുണ്ടുകൾ വിതുമ്പി, ഹൃദയം നിറഞ്ഞു. അറിയാതെ തുളുമ്പി വീണ മിഴിനീർ തുള്ളികൾ അവളുടെ അടുത്ത് നിൽക്കുന്നവൻ പോലും കണ്ടു കാണില്ല. അല്ലെങ്കിൽ അവൻ നാദിറയെ ഇനിയും കാണാൻ ശ്രമിച്ചു കാണില്ല. അവൻ്റെ കണ്ണുകൾ ആ പന്തലിലേക്കായിരുന്നു. ആ നിമിഷങ്ങൾക്ക് സാക്ഷിയായി ഒരുവൾ ഇവിടെ എവിടെയോ ഉണ്ടോ എന്ന് അന്വേഷണമായിരുന്നു. സാബിറിൻ്റെ കൈകൾ നാദിറയുടെ ചുമലുകളിൽ മുറുകിയിരുന്നു. അവളോടുള്ള സ്നേഹത്താൽ ആണെന്ന് അവൾ കരുതി നാണം തൂകി. അവൻ്റെ വികാരമെന്തായിരുന്നു? അകത്തെവിടെയോ തങ്ങളുടെ ജീവിതത്തിൽ സന്തോഷങ്ങളുണ്ടാവാൻ വേണ്ടി മാത്രം പ്രാർത്ഥനയോടെ നിൽക്കുന്നവളോടുള്ള ദേഷ്യമോ വാശിയോ അതോ നിരാശയോ? അങ്ങനെ എന്തൊക്കെയോ ഇടകലർന്നതായിരുന്നു. തൻ്റെ പ്രണയം കാണാതെ പോയവളോടുള്ള ഒരു തരം നിരാശ. ഓരോരുത്തരായി ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഭക്ഷണം വിളമ്പുന്നതിന് മുമ്പേ ഫോട്ടോ എടുക്കണമെന്ന് വാശി പിടിച്ച് ഷംന റിയാസിനെ പിടിച്ചു വെച്ചു. ആദ്യം അവർ തന്നെ കയറുകയും ചെയ്തു. അധികാരത്തോടെ തന്നെ ഷംന അവർക്കൊപ്പം നിന്നു. ആദ്യം അവളും റിയാസും കുട്ടികളും, പിന്നീട് അവളുടെ കുടുംബത്തോടൊപ്പം ഫോട്ടോ എടുത്തു. തെല്ലും ദേഷ്യമില്ലാതെ നിറഞ്ഞ ചിരിയോടെ തന്നെ ആ ഫോട്ടോയിൽ എല്ലാവരെയും പകർത്തി വെച്ചു. ഇത്താത്തമാരും അവരുടെ കുടുംബത്തോടൊപ്പം ഫോട്ടോ എടുത്തു മടങ്ങി. ഉമ്മ തനിച്ച് ഫോട്ടോ എടുക്കാൻ വരുന്നത് കണ്ടപ്പോൾ നാദിറ നൂറയെ അന്വേഷിക്കാതെ ഇരുന്നില്ല. അവൾ ഭക്ഷണം വിളമ്പെടുത്തുനിന്ന് ഉണ്ടാവുമെന്ന് ഉമ്മ അലസമായ മറുപടിയും പറഞ്ഞു. നിന്നും ഇരുന്നും ചിരിച്ചു കാണിച്ചും സംസാരിച്ചു നാദിറ ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു. സാബിറും വിശപ്പുണ്ടെങ്കിലും ഒന്നും കഴിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ. പക്ഷേ റിയാസ് ഫോട്ടോ എടുത്ത് മതിയെന്ന് പറഞ്ഞ് ഭക്ഷണത്തിനായി കൊണ്ടുപോകുമ്പോൾ അവൾക്ക് ആശ്വാസം തോന്നി. സാബിറിൻ്റെ സഹോദരിമാർ ഒഴിച്ച് ബാക്കി അവരുടെ കൂടെ വന്നവരെല്ലാം ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് തന്നെ മടങ്ങിയിരുന്നു. വേണോ വേണ്ടയോ എന്ന രീതിയിൽ നാദിറയും സാബിറും വിളമ്പി വെച്ച ഭക്ഷണം കഴിച്ചു തുടങ്ങി. ഉമ്മയും ഷംനയും ഇത്താത്തമാരും തനിക്ക് ചുറ്റുമുണ്ടായിട്ടും നൂറ അവിടെ എങ്ങുമില്ലെന്ന് അവൾ കണ്ടുപിടിച്ചു. പക്ഷേ പലവിധ സംസാരങ്ങളാലും സാബിറിൻ്റെ വീട്ടിലേക്ക് മടങ്ങാനായെന്ന് ആരോ വന്ന് അറിയിച്ചതിനാലോ നൂറയെ അന്വേഷിക്കാൻ നാദിറയ്ക്ക് സാധിച്ചില്ല. സാബിറിൻ്റെ വീട്ടിലേക്ക് മടങ്ങാൻ സമയമായെന്ന് അറിയിപ്പ് കിട്ടിയതും നാദിറയുടെ ശരീരം തളർന്നു പോയി. കയ്യിൽ എടുത്തു പിടിച്ച ഭക്ഷണം പോലും വായിലേക്ക് വെക്കാൻ പറ്റാത്ത ആയിരുന്നു അവളുടെ അവസ്ഥ. തനിക്കപ്പുറം ഇരിക്കുന്നവൻ ധൃതി പിടിച്ച് ഭക്ഷണം കഴിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് തിരിക്കണമെന്ന ഉദ്ദേശത്തോടെ. അവസാന ഉരുള വായിലേക്ക് വെച്ചപ്പോഴേക്കും നാദിറയുടെ കണ്ണുനീർ കൂടി ആ ഭക്ഷണത്തിൽ കലർന്നിരുന്നു. അവസാനമായി എല്ലാവരും ചേർന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് നൂറ എവിടെയെന്ന ചോദ്യം കേൾക്കുന്നത്. എല്ലാവരുടെയും കണ്ണുകൾ അവൾക്ക് വേണ്ടി അലഞ്ഞു. ഷംന പുച്ഛത്തോടെ ചുണ്ടുകൊട്ടി. അവർക്ക് പോയിട്ട് ധൃതി ഉണ്ടാവും, ഉള്ളവരെ വെച്ചെടുക്കുക. അവളേതെങ്കിലും കരിക്കുടുക്കുകളിലുണ്ടാവും, അല്ലെങ്കിലും അവൾക്ക് അതേ ചേരൂ. റിയാസിൻ്റെ ഒറ്റ നോട്ടത്തിൽ ഷംനയുടെ വാ അടഞ്ഞു. എങ്കിലും എന്തൊക്കെയോ നുള്ളിപ്പെറുക്കി പറഞ്ഞവൾ ഇളയിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്നുകൂടി ശരിക്കും ഇരുത്തി. ഇക്കാക്ക. ഫോട്ടോ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന തങ്ങളെ നോക്കി അടക്കം പറഞ്ഞവരെ അറിഞ്ഞതും നാദിറ ദയനീയമായി റിയാസിനെ നോക്കി. അവളെ തോളിൽ നിന്ന് തട്ടി റിയാസ് പറഞ്ഞു, നോക്കട്ടെ അവൾ എവിടെയെന്ന്. സ്റ്റേജിൽ നിന്ന് താഴേക്ക് ഇറങ്ങാൻ ഒരുമ്പോഴേക്കും നൂറ എവിടെ നിന്ന് ഓടിപ്പാഞ്ഞു വന്നു. അവളുടെ ചുണ്ടിൽ നാദിറയ്ക്ക് വേണ്ടി മാത്രം ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. മറ്റാരെയും അവൾ നോക്കിയില്ല, അല്ലെങ്കിൽ അവൾ മറ്റാരെയും കണ്ടില്ല എന്ന് വേണം പറയാൻ. പരിഭവം നടിച്ച നാദിറയെ നോക്കി സോറി എന്ന് ചുണ്ടണിക്ക് കൊണ്ടവൾ സ്റ്റേജിലേക്ക് കയറി. സാബിർ അവളെ നോക്കാതെ ഇരിക്കാൻ കഷ്ടപ്പെട്ടു പോയി. ഇതുവരെ ഒന്ന് കാണാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അവൾ മുന്നിൽ വന്ന നിമിഷം അവളെ നോക്കാൻ സാധിക്കുന്നില്ല. അവനുള്ളിൽ നടക്കുന്ന പ്രകമ്പനങ്ങൾ അവന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. ഏറ്റവും അവസാനം ഒരു മിന്നായം പോലെ നൂറ നിന്നു. നാദിറ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള നിമിഷങ്ങളാണ് ഞാൻ ഇല്ലെന്ന ഒരൊറ്റ കാരണം കൊണ്ട്
അവളുടെ സന്തോഷങ്ങൾക്ക് കോട്ടം തട്ടരുതെന്ന ഒരൊറ്റ കാരണം കൊണ്ട് മാത്രം വന്ന് നിന്നു പോയവൾ. നിന്റെ പ്രിയപ്പെട്ടവനൊപ്പം അനിയത്തിയിരിക്കുന്നത് സഹിക്കുന്നില്ല അല്ലേ? സ്വകാര്യം പോലെ ചിരിച്ചുകൊണ്ട് വാപ്പത്തി ചോദിക്കുന്ന ഷംനയെ അവൾ ശ്രദ്ധിച്ചതേയില്ല. അവളുടെ ശ്രദ്ധ മുഴുവൻ ഓരോരുത്തരോടായി യാത്ര ചോദിച്ച് വിങ്ങിപ്പൊട്ടുന്നവളിലായിരുന്നു. എന്തു ചെയ്യാൻ? എത്രയൊക്കെ പ്രിയപ്പെട്ട ആളോടൊപ്പം ജീവിക്കാൻ ആഗ്രഹിച്ചാലും സ്വന്തം വീട്ടിൽ നിന്നിറങ്ങിപ്പോകുന്ന ഈ നിമിഷം എല്ലാ പെൺകുട്ടികൾക്കും കണ്ണുനീർ തന്നെയാവും. ഉമ്മയെ ചുറ്റിപ്പിടിച്ച് യാത്ര ചോദിച്ച് കരഞ്ഞവളെ റിയാസ് ബലമായി തന്നെ അടർത്തി മാറ്റി. ഉമ്മക്കും അവളെ പുണർന്നിട്ട് മതിയാവുന്നുണ്ടായിരുന്നില്ല. ഉമ്മ അവളുടെ മുഖം മുഴുവൻ മുത്തം കൊണ്ട് മൂടി. വീട്ടിലുള്ള നിമിഷങ്ങൾ എല്ലാം അടിയായിരുന്നെങ്കിലും ചെറുതെന്ന ഒരൊറ്റ കാരണത്താൽ അവൾക്ക് പ്രിയപ്പെട്ടവളായിരുന്നു അവൾ മറ്റേരെക്കാളും. എന്താ ഉമ്മ ഈ കാണിക്കുന്നത്? മാറി നിൽക്കൂ. റിയാസ് ചെറുതായി ഒന്ന് ശാസനയോടെ അവരെ മാറ്റി നിർത്തി. ഉമ്മ അവളിൽ നിന്ന് മാറി മുഖം പൊത്തി കരഞ്ഞു. എല്ലാവരോടുമായി നാദിറ യാത്ര പറഞ്ഞു. ഇത്താത്തമ്മയുടെ അടുത്തെല്ലാം ചെന്ന് പുണർന്നുകൊണ്ട് കരഞ്ഞു. അവസാനം അവളുടെ നോട്ടം തിരിഞ്ഞു മാറി തന്നെ നോക്കി ചെറുചിരിയോടെ നിൽക്കുന്ന നൂറയിൽ എത്തി നിന്നു. ഒരു ചോദ്യമോ പറിച്ചതോ ഇല്ലാതെ നാദിറ നൂറയുടെ നെഞ്ചിലേക്ക് ചാഞ്ഞു. നാദിറയെ ചേർത്ത് പിടിച്ചുകൊണ്ട് പിറകിൽ പതിയെ ചിരിയോടെ നൂറ തലോടിക്കൊണ്ടിരുന്നു. ഒട്ടൊരു നിമിഷങ്ങൾക്ക് ശേഷം നാദിറയെ തന്നിൽ നിന്നും അടർത്തി മാറ്റി അവളുടെ മുഖം കൈക്കുമ്പിളിലെടുത്തു. നാദിറയുടെ കവിളിലൂടെ ചാലിട്ടൊഴുകുന്ന കണ്ണുനീർ തുള്ളുകളെ അതേ ചിരിയോടെ തന്നെ മായ്ച്ചു കൊടുത്തു. അവസാനം അവളുടെ നെറ്റിയിൽ ഒരു ചുംബനവും. പറഞ്ഞതെല്ലാം ഓർമ്മയില്ലേ മോൾക്ക്? സന്തോഷമായിട്ട് ഇരിക്കണട്ടോ. ഒന്നുകൂടി അവളെ അണച്ചു പിടിച്ച് വേർപ്പെടുത്തി പൊയ്ക്കോളാൻ തലയാട്ടി പറഞ്ഞു. തിരിഞ്ഞു നോക്കി പോകുന്ന നാദിറ കണ്ണിൽ നിന്ന് മറയോളം നൂറയുടെ ചുണ്ടുകളിൽ ആ പുഞ്ചിരി ഉണ്ടായിരുന്നു. കാറിൽ നാദിറക്കരികിലേക്ക് ചേർന്നിരിക്കുന്ന സാബിറിനെ കണ്ടു നൂറ തൻ്റെ പ്രാർത്ഥനയുടെ ആഴം വർദ്ധിപ്പിച്ചു. എൻ്റെ അനിയത്തിയുടെ ജീവിതം സന്തോഷപൂർണ്ണമാവണേ പഠിച്ചോനെ. എണ്ണമില്ലാത്ത അത്രയും തവണ അവളതൊരു മന്ത്രണം പോലെ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. തൻ്റെ കൺമുന്നിൽ നിന്നും മറയുവോളം. തളർന്നിരിക്കുന്ന ഉമ്മയുമായി അകത്തേക്ക് നടക്കുമ്പോൾ നൂറ തൻ്റെ നാളെയെക്കുറിച്ച് ഉമ്മയോട് എങ്ങനെ പറയണമെന്ന തയ്യാറെടുപ്പിലായിരുന്നു. ഇതേസമയം സാബിറിൻ്റെ വീട്ടിൽ സാബിറിൻ്റെ സഹോദരിമാർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ നാദിറയ്ക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അവരുമായി നേരത്തെ തന്നെ പരിചയപ്പെട്ടത് ഭാഗ്യമായി അവൾക്ക് തോന്നി. അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടുപോയേനെ. വിവാഹം കഴിഞ്ഞ ഒരുവിധം ആളുകളെല്ലാം പിരിഞ്ഞു പോയിരിക്കുന്നു. ഇനി വീട്ടിലുള്ളവർ മാത്രമേ ഉള്ളൂ. സഹോദരിമാരും അവരുടെ മക്കളും ഭർത്താക്കന്മാരും മാത്രം. അവരെല്ലാം വീട് ഒതുക്കുന്ന ധൃതിയിലായിരുന്നപ്പോൾ നാദിറയും ചെന്നു. എന്തെങ്കിലും സഹായം വേണമോ എന്ന് ഓർത്തുകൊണ്ട്. പക്ഷെ അവളെ അവർ സ്നേഹത്തോടെ പറഞ്ഞു വിടുകയാണ് ഉണ്ടായത്. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ തന്നെ വീട്ടിലും ഇതുപോലെ ഒരുപാട് ജോലികൾ ഉണ്ടായിരിക്കില്ല എന്നവൾ വെറുതെ ഓർത്തു. ഇത്താത്തമാർ ഉണ്ടല്ലോ എന്നവൾ ആശ്വാസം കൊണ്ടു. അവൾക്ക് ഉമ്മയെ ഓർമ്മ വന്നു. ഈ ഒരു നിമിഷം അതെല്ലാം ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നി അവൾക്ക്. വെറുതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വെറുതെ ഇരുന്ന് അവൾക്ക് ബോറടിച്ച് തുടങ്ങിയിരുന്നു. പോരാതെ ഓരോന്നോർത്ത് കണ്ണു നിറയുകയും ചെയ്തിരുന്നു. പക്ഷേ നാത്തൂമ്മയുടെ കുട്ടികൾ അവർക്ക് ചുറ്റും കൂടിയിരുന്ന് ഓരോന്നൊക്കെ പറഞ്ഞു തുടങ്ങി. അവളെ തൊട്ടും പിടിച്ചും സംശയങ്ങൾ ഉന്നയിച്ചും നാദിറയുടെ ചിന്തകളെ വഴിമാറ്റിയിട്ടു. എത്ര പെട്ടെന്നാണ് അവരൊക്കെ കൂട്ടായത്. ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് വരെ അവർ ഓരോന്ന് പറഞ്ഞുകൊണ്ടേയിരുന്നു. ഉമ്മ വേണ്ടെന്ന് പറഞ്ഞെങ്കിലും നാദിറയെ കൂടി ഭക്ഷണം എടുത്തു വെക്കാനും വിളമ്പിക്കൊടുക്കാനുമെല്ലാം കൂടി. ഭക്ഷണം വിളമ്പുന്നതിനിടയിലാണ് സാബിറിനെ നാദിറ കാണുന്നത്. അളിയന്മാരോട് എന്തൊക്കെയോ സംസാരിക്കുന്ന തിരക്കിലാണ്. ഈ വീട്ടിൽ വന്ന് കയറിയിട്ട് ആദ്യമായിട്ടാണ് സാബിറിനെ അവൾ കാണുന്നത്. ഫോട്ടോ എടുപ്പ് കഴിഞ്ഞ് പിന്നെ കണ്ടിട്ടേയില്ല. ഞാൻ അന്വേഷിച്ചുമില്ല. നാദിറ തന്നെ കണ്ണൊടുക്കാതെ നോക്കുന്നത് സാബിറും കണ്ടിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉറക്കം കളഞ്ഞതിൻ്റെ ക്ഷീണം എല്ലാവരുടെയും മുഖത്തുണ്ടായിരുന്നു. ജോലിയെല്ലാം തീർത്ത് എവിടെയെങ്കിലും ഒന്ന് കിടന്നാൽ മതി എന്ന പോലെ എല്ലാവർക്കും. അത് തിരിച്ചറിഞ്ഞിട്ടോ എന്തോ നാദിറയോട് ഒന്നും ചെയ്യേണ്ട എന്ന് പറഞ്ഞിട്ടും ഭക്ഷണം കഴിച്ച പാത്രങ്ങൾ ഒതുക്കാൻ അവളും കൂടിയിരുന്നു. അത് ഇഷ്ടപ്പെട്ട പോലെ ഉമ്മയുടെയും നാത്തൂമ്മയുടെയും ചുണ്ടുകളിൽ പുഞ്ചിരി വിരിഞ്ഞു. ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞ് ഉമ്മ റൂമിലേക്ക് വലിഞ്ഞതും നാത്തൂന്മാരും നാദിറയും മാത്രമായി അവശേഷിച്ചു അവിടെ. അവർ എന്തോ അടക്കം പറഞ്ഞ് ചിരിക്കുന്നത് കേട്ടപ്പോഴാണ് നാദിറ അവരുടെ കയ്യിലിരിക്കുന്ന ഗ്ലാസ് ശ്രദ്ധിക്കുന്നത്. ഇതുവരെ ഇല്ലാതെ ഇരുന്ന എന്തോ ഒരു ചൂട് തൻ്റെ ശരീരമാകെ വ്യാപിക്കുന്നതവൾ വ്യക്തമായി അറിഞ്ഞു. മറന്നിരിക്കുകയായിരുന്നു ഈ ഒരു നിമിഷം. എത്രയോ നാളുകളായി സ്വപ്നം കണ്ട നിമിഷങ്ങൾ, ആഗ്രഹിച്ച നിമിഷങ്ങൾ. പക്ഷേ ഇപ്പോൾ എന്തോ കൈകാലുകൾക്ക് വിറയൽ സംഭവിച്ച പോലെ. അടുത്തിരിക്കാനും സംസാരിക്കാനും ഒത്തിരി ആഗ്രഹിച്ചു പോയിരുന്നു. പക്ഷേ ഈ നിമിഷത്തെ എങ്ങനെ നേരിടണം എന്നറിയാതെ അവൾ കുഴഞ്ഞുപോയി. കയ്യിലേക്ക് ഏൽപ്പിച്ച ആ പാലിൻ്റെ ഗ്ലാസ് മേടിക്കുമ്പോൾ അത് താഴെ വീണുടഞ്ഞു പോകുമോ എന്ന് പോലും അവൾ ഭയപ്പെട്ടു.
അവളുടെ മുഖത്തുള്ള പരിഭ്രമം കണ്ട് നാത്തൂന്മാർ ചിരിച്ചുപോയി. അവർക്ക് പകരം നൽകിയ പുഞ്ചിരി മുഴുവനാക്കാൻ അവൾക്ക് സാധിച്ചില്ല. ചാരി വെച്ച വാതിലിനടുത്ത് വരെ നാത്തൂന്മാർ അവളെ കൊണ്ടുവിട്ടു. പോവണേ വേണ്ടേ എന്ന് സംശയത്തോടെ അവൾ മാറി മാറി രണ്ടുപേരുടെയും മുഖത്തേക്ക് നോക്കി. ചെല്ലുകുട്ടി, ഈ അകത്തേക്ക് കയറിയിട്ട് വേണം ഞങ്ങൾക്ക് റൂമിലേക്കൊന്ന് പോവാനേ. അവിടെ ഇപ്പോൾ തന്നെ ബഹളം വെച്ച് തുടങ്ങിക്കാണും മക്കൾ. പോ. ധൃതി പിടിച്ചു കൊണ്ടവർ പറയുമ്പോൾ അവരെ ബുദ്ധിമുട്ടിക്കാനാവില്ലെന്ന പോലെ നാദിറ മെല്ലെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. പുറത്തുനിന്ന് വാതിൽ മെല്ലെ അടയുന്നത് അവൾ അറിഞ്ഞു. റൂമിൽ സാബിർ ഉണ്ടായിരുന്നില്ല. റൂമിൽ ഒന്ന് ചുറ്റിലും കണ്ണോടിച്ചു കൊണ്ടവൾ ഇഷ്ടത്തോടെ ഒന്ന് ചിരിച്ചു. വളരെ ഭംഗിയിൽ ഒതുക്കി വെച്ചിരിക്കുന്ന മുറി. വലിയ അലങ്കാരങ്ങളൊന്നും തന്നെയില്ല. ബെഡിൽ വിടർന്നു നിൽക്കുന്ന മുല്ലപ്പൂവുകൾ അല്ലാതെ. അവൾക്ക് എന്തിനെ ചിരി വന്നു. ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന ഉദ്ദേശത്തോടെ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അവൾ വാതിലിലേക്ക് ഒന്ന് നോക്കി. പാതി ചാരിയിട്ടേ ഉള്ളൂ. 10 മിനിറ്റോളം കഴിഞ്ഞവൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ സാബിർ റൂമിലുണ്ടായിരുന്നു. ഫോണിലേക്ക് നോക്കിയിരിക്കുന്നവനെ കണ്ടതും അവൾക്ക് ചെറിയ തോതിൽ മടി തോന്നി. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ പോയി. അവനെ വിളിക്കാനാവുന്നില്ല. അവനാണെങ്കിൽ നോക്കുന്നുമില്ല. ഫോണിൽ നിന്ന് ശ്രദ്ധ ഒരൽപ്പം മാറിയപ്പോൾ എങ്ങോ അവൻ കണ്ടു ചുമര് ചാരി വിരലുകൾ അയച്ചു മുറിക്കും നിൽക്കുന്നവനെ. അവനും ആ നിമിഷമൊന്ന് പതറിപ്പോയി. കല്യാണം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും അവൾക്ക് മുഖം കൊടുത്തിട്ടില്ല. ഈ ഒരു നിമിഷം സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ അത് നേരിടാനാവുന്നില്ല. അവളെ ഒന്ന് നോക്കാൻ പോലും അവന് സാധിക്കുന്നില്ല. മൗനമായി പോയ നിമിഷങ്ങൾ. പരസ്പരം മുഖത്തേക്ക് പോലും നോക്കാതെ കടന്നുപോയ സമയം. അവസാനം കുറിക്കാൻ എന്ന പോലെ സാബിറിൻ്റെ കയ്യിലെ ഫോൺ ശബ്ദിച്ചപ്പോൾ അവനൊരു ആശ്വാസം പോലെ തോന്നി. താൻ കിടന്നോ, ഞാനേ വന്നോളാം. ശബ്ദം കുറച്ച് പറഞ്ഞുകൊണ്ടവൻ രക്ഷപ്പെട്ട പോലെ ഫോൺ ചെവിയിലേക്ക് വെച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. നാദിറ ഒരു നെടുവീർപ്പോടെ ബെഡിലേക്കിരുന്നു. കണ്ണുകൾ മാടി അടയുന്നതറിഞ്ഞ് അത് വലിച്ചു തുറന്നുകൊണ്ടവൻ വാതിലിലേക്ക് നോക്കി. അവൻ വന്നില്ല. ഒരുപാട് നാളുകളായി ആശിച്ചു മോഹിച്ച നാദിറ കൂട്ടിവെച്ച സ്വപ്നങ്ങൾ ആ പാലിൽ കെട്ടിക്കിടന്ന പാട പോലെ അവളുടെ ഹൃദയത്തിലും കെട്ടിക്കിടന്നു. നൂറ, എൻ്റെ പെണ്ണേ, എനിക്ക് എന്തിഷ്ടമാണെന്നോ? നിൻ്റെ കണ്ണീരിന് കൂട്ടിരിക്കാൻ, നിൻ്റെ ഹൃദയവേദനയ്ക്ക് മരുന്നേകാൻ. എന്തിനീ മിഴികൾ ഇനിയും നനയുന്നു? എൻ്റെ നെഞ്ചിലേക്ക് നിന്നെ ചേർത്ത് പിടിച്ചത് അറിയുന്നില്ലേ നീ? എന്നുമെന്നും ഇനിയെന്നും നിനക്ക് ചായാൻ എൻ്റെ ഇടനെഞ്ചില്ലേ? നിൻ്റെ കണ്ണുനീർ തുള്ളികളെപ്പോലും സ്വീകരിച്ചിരുത്താൻ എന്നിൽ ഇടമില്ലേ? തൻ്റെ നെഞ്ചോട് ചേർന്ന് വിലപിക്കുന്നവളെ ഒന്നുകൂടെ മുറുകെ ചേർത്ത് പിടിച്ചവൻ എത്രത്തോളം അവളെ തന്നിലേക്ക് ചേർത്ത് പിടിക്കാമോ അത്രത്തോളം അമർത്തി വെച്ചു. പാതി മറഞ്ഞ മുഖത്തെ ഇടതൂർന്ന മുടി ചെവി ഇടുക്കിലേക്ക് ചേർത്ത് വെച്ചു കൊണ്ടവൻ നൂറയുടെ കവിളിൽ ചുണ്ടുകൾ ചേർത്ത് വെച്ചു അമർത്തി മുത്തി. അവൻ്റെ ഉമിനീരിൻ്റെ നനവ് അവളുടെ കവിളിനെ നനച്ചു. അവൻ്റെ അധരങ്ങളിലെ ചെറുചൂട് അവളുടെ കവിളിൽ പതിഞ്ഞു. നൂറ! അവൻ്റെ നിശ്വാസം കാതിൽ പതിഞ്ഞതും നൂറ ഞെട്ടിപ്പിടിച്ച് എണീറ്റു. ആ കൂരിരുട്ടിൽ അവൾക്ക് ഒന്നുമേ മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ക്രമാതീതമായി ഉയർന്ന നെഞ്ചിടിപ്പ്, ശ്വാസമെടുക്കാൻ പറ്റാത്ത അവസ്ഥ. തൻ്റെ റൂമിലാണ് താൻ കിടക്കുന്നതെന്ന് ഓർമ്മ വന്നതും അവൾ വിയർത്തു തുടങ്ങി. കവിളിൽ, ചുണ്ടിൽ, നെഞ്ചിൽ എല്ലായിടത്തും അവൾ പരിധി നോക്കി. വെപ്രാളത്തോടെ തന്നെ. അപ്പോഴും ബാക്കിയായി വെച്ച ചെറുചൂട് വിയർത്തൊലിച്ചു കൊണ്ടവൾ റൂമിലെ ലൈറ്റ് ഓൺ ചെയ്തു. ഇപ്പോഴും അരികിലുണ്ടെന്ന് തോന്നിക്കുന്ന ആ സാമീപ്യത്തെ അവൾ തിരിഞ്ഞു. ഇല്ല, ഞാൻ ഇതുവരെ ഒരു സ്വപ്നലോകത്തായിരുന്നു എന്നറിഞ്ഞതും അവളിൽ ആശ്വാസം നിറഞ്ഞു. പക്ഷേ അതേ നിമിഷം തന്നെ എങ്ങനെ ഒരു സ്വപ്നത്തിന് കാരണം എന്താണെന്ന് അറിയാതെ അവൾ ആശങ്കയിലായി. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒരു സ്വപ്നം. ഇങ്ങനെ ഒരാളുടെ ചേർത്ത് പിടിക്കൽ, സംരക്ഷണം, കാവൽ ഞാൻ ആഗ്രഹിച്ചു പോകുന്നുണ്ടോ? ആ ചിന്ത പോലും അവളിൽ പരവേശ തീർത്തു. ഇല്ല ഇല്ല, എൻ്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹമില്ല, അവൾ ഉറപ്പിച്ചു പറഞ്ഞു. അടുത്ത് വെച്ചിരിക്കുന്ന ഫോണിലേക്ക് നോക്കുമ്പോൾ സമയം പുലർച്ചെ 4 മണി ആയിട്ടേ ഉള്ളൂ. നേരം പുലരാൻ ഇനിയും ഒരുപാട് സമയമുണ്ട്. ഇനിയും കിടന്നാൽ ഉറക്കം വരില്ലെന്ന് മനസ്സിലായതും അടുത്ത് കിടക്കുന്ന ഇത്താത്തമ്മയുടെ കുട്ടികളെ ഉണർത്താതെ റൂമിൽ നിന്ന് പുറത്തേക്കിറങ്ങി. ഉമ്മയുടെ റൂമിനെ നേരെ ഒന്ന് പാളി നോക്കി. പാവം, ഇന്നലെ എപ്പോഴാണ് ഉറങ്ങിയതെന്ന് അറിയില്ല. ഉമ്മ എണീറ്റിട്ടില്ല. നാദിയെക്കുറിച്ചുള്ള ആശങ്കകൾ പങ്കുവച്ചിരിക്കുമ്പോഴാണ് ഉമ്മയോട് നൂറ ആ കാര്യം സൂചിപ്പിക്കുന്നത്. ഉമ്മ, വേറെ ഒരു ഹോസ്പിറ്റലിൽ എനിക്ക് ജോലി റെഡിയായിട്ടുണ്ട്, നാളെ തന്നെ പോണട്ടോ എന്ന് ഉമ്മയുടെ മുഖത്തേക്ക് നോക്കാതെ ആ ഞരമ്പ് പൊന്തിയ ചുളിവ് വീണ കൈകളിൽ തലോടി പറയുമ്പോൾ ശരീരം ചുട്ടുപൊള്ളുകയായിരുന്നു. ഒരുപാട് നേരത്തെ ഉമ്മയുടെ മൗനം അതെനിക്ക് താങ്ങാൻ ആവുമായിരുന്നില്ല. നിർബന്ധമാണോ കുട്ടിയെ? ഇടറിപ്പോയ വാക്കുകൾക്ക് മറുപടിയായെന്ന് മൂളാനെ സാധിച്ചുള്ളൂ.
പൊയ്ക്കോ, എൻ്റെ കുട്ടി പൊയ്ക്കോ. എൻ്റെ കുട്ടിക്ക് മനസ്സമാധാനം കിട്ടുന്നത് എവിടെയാണെന്ന് വെച്ചാൽ എൻ്റെ മോള് പൊയ്ക്കോ. എന്നെ ഓർത്ത് സങ്കടം വേണ്ട. എൻ്റെ കുട്ടികളില്ലാതെ ഞാൻ ഒറ്റയ്ക്കാവും. എന്നാലും സാരമില്ല. എൻ്റെ കുട്ടി ഇവിടുന്ന് പൊയ്ക്കോ. ഈ ഇങ്ങനെ നീറിക്കഴിയണ ഉമ്മാക്ക് കാണണ്ടല്ലോ. ഉമ്മ ഒരിക്കലും ഇങ്ങനെ പ്രതികരിക്കുമെന്ന് ചിന്തിച്ചിട്ടില്ല. പോവാൻ പറഞ്ഞിരിക്കുന്നു, സന്തോഷത്തോടെ ഇരിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഓരോന്ന് പറഞ്ഞ് പിന്നെയും എത്രയോ സമയം കഴിഞ്ഞാണ് ഉറങ്ങാൻ ആയി പോരുന്നത്. ആ മുറിവാതിൽ കടന്നതും കേട്ടിരുന്നു. അത്രയും സമയം അടക്കി പിടിച്ചു വെച്ചിരുന്ന ഉമ്മയുടെ നെഞ്ചു നേറിയുള്ള കരച്ചിൽ. ഉമ്മ കരഞ്ഞു തീർക്കട്ടെ, ഉമ്മാൻ്റെ വിഷമൊക്കെ ഉമ്മ തീർക്കട്ടെ എന്ന് കരുതി അടുക്കളവാതിലിൽ ഇരുന്ന് കയ്യിൽ പിടിച്ചിരുന്ന ചായ ഊതി കുടിക്കുമ്പോൾ കണ്ണുകൾ എന്തെന്നില്ലാതെ നിറഞ്ഞു തുളുമ്പിയിരുന്നു. ഇന്നാണ് നാദിരയുടെ വീട്ടിലേക്ക് എല്ലാവരും കൂടി അടുക്കള കാണൽ ചടങ്ങിന് വേണ്ടി പോകുന്നത്. അവിടേക്ക് ഒരിക്കലും പോവില്ലെന്ന് ഉറപ്പിച്ചിരുന്നു. അതിൽ നിന്നും രക്ഷപ്പെടാൻ ഇന്ന് തന്നെ പോവുക എന്നൊരു മാർഗം മാത്രമേ മുന്നിലുള്ളൂ. കൊണ്ടുപോവാൻ അധികം സാധനങ്ങളൊന്നുമില്ല. എല്ലാം നേരത്തെ എടുത്തു വെച്ചതാണ്. ഇവിടെ എല്ലാവരോടും ഒന്ന് പറയണം, പോകണം, അത്രമാത്രം. 7 മണിക്കുള്ള ബസ്സിന് പോയാൽ 10 മണിയാകുമ്പോഴേക്കും അവിടെ എത്തിച്ചേരാം എന്ന കണക്കുകൂട്ടലിൽ നൂറ റെഡിയായി ഇറങ്ങി. കല്യാണക്ഷീണം കാരണം ഉറങ്ങിയിരുന്ന ഇത്താത്തമാരെല്ലാം എണീറ്റ് വരുന്നതേയുള്ളൂ. പക്ഷേ ഉമ്മയുണ്ട് അടുക്കളയിൽ, ഒരു ക്ഷീണവുമില്ലാതെ. ഇടയ്ക്കിടെ കണ്ണുകൾ തുടച്ചുകൊണ്ട് അടുപ്പിൽ നിന്നും ചട്ടിയിലേക്ക് നീട്ടി കലക്കിയ അരിമാവ് ഒഴിച്ചുകൊണ്ടേയിരിക്കുന്നു. തന്നെ കണ്ടതും ചുട്ടുവെച്ചതിൽ നിന്ന് 2 വേഗം പാത്രത്തിലേക്കിട്ടു. അതിലേക്ക് ചട്ടിനിയും ഒഴിച്ച് മേശയ്ക്ക് മുകളിൽ വെച്ച് തന്നെ ഉമ്മ തൻ്റെ മുഖത്തേക്ക് നോക്കുന്നതേയില്ല. ഈ സമയത്ത് കഴിച്ചാൽ ഒന്നും തന്നെ ഇറങ്ങില്ലെന്ന് അറിയാമെങ്കിലും ഉമ്മ തന്നതല്ലേ എന്നോർത്ത് ഒന്ന് കഴിച്ചു എണീറ്റു. അല്ല, നീ ഇത് എവിടെ പോകുന്നു നൂറ? കണ്ണും തിരുമ്പി പാതി ഉറക്കത്തിൽ എണീറ്റ് വന്ന ഇത്താത്ത നേരെ മുളക്കുമ്പോൾ തന്നെ വസ്ത്രം മാറി റെഡിയായി നിൽക്കുന്ന നൂറയെ കണ്ട് അതിശയത്തോടെ നോക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇത്താത്ത, എനിക്ക് ഹോസ്പിറ്റലിൽ ജോലി പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി അവർ വിളിക്കുന്നത്. ഇന്ന് തന്നെ പോയിട്ട് ജോയിൻ ചെയ്യണമെന്നാണ് പറഞ്ഞത്. പോവാതിരിക്കാൻ ആവില്ല. അല്ലാ, കഷ്ടമല്ലോ. അപ്പോൾ ഈ നാദിറാൻ്റെ അങ്ങോട്ട് വരുന്നില്ലേ? ഇതിപ്പോൾ ഒഴിവാക്കാൻ പറ്റാത്തതാണ് ഇത്താത്ത. ഞാൻ നാദിക്ക് വിളിച്ചോളാം. എത്ര ഭംഗിയായിട്ടാണ് അവൾ നുണ പറയാൻ പഠിച്ചതെന്ന് ഒരു ചിരിയോടെ നൂറ ഓർത്തുപോയി. അടഞ്ഞു കിടക്കുന്ന വാതിൽ തട്ടി വിളിക്കണോ വേണ്ടയോ പലതവണ ആലോചിച്ചു. പക്ഷെ പറയാതെ പോവാനാവില്ലല്ലോ. മടിച്ചുകൊണ്ടാണെങ്കിലും തട്ടി വിളിച്ചു. ആരെയും നേരത്തെ ഉറങ്ങാനും സമ്മതിക്കൂലേ? ഷംനയുടെ മുറുപുറപ്പ് അകത്തു നിന്നും കേൾക്കാം. വേണ്ടായിരുന്നു എന്ന് ഒരു നിമിഷം നൂറക്ക് തോന്നിപ്പോയി. തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങുന്നതിന് മുമ്പേ ആ വാതിൽ തുറക്കപ്പെട്ടു. റിയാസ് തന്നെയാണെന്നത് കണ്ടതും അവൾക്ക് പകുതി ആശ്വാസം. നൂറ, ഇവിടേക്കാ നീ? റിയാസ് അമ്പരപ്പോടെ ചോദിക്കുമ്പോൾ നേരത്തെ പറഞ്ഞ കള്ളം തന്നെ നൂറക്ക് പറയാനുണ്ടായിരുന്നുള്ളൂ. റിയാസിനോടുള്ള മറുപടി, ഇന്ന് തന്നെ പോകണോ നൂറ? നിർബന്ധമാണോ? ആ ഇക്കാക്ക, ഇപ്പോൾ പോയാലും സമയത്തിനെ അവിടെ ചെല്ലാൻ പറ്റൂ. പറഞ്ഞ സമയത്ത് ചെന്നില്ലെങ്കിൽ ചിലപ്പോൾ അത് മിസ്സാവും. നിൽക്കേ, ബസ് സ്റ്റോപ്പ് വരെ ഞാൻ കൊണ്ടുവിടാം. വേണ്ട കാക്ക, നേരം പുലർന്നല്ല, ഞാൻ പോയിക്കോളാം. കാക്ക ഉറക്കം കളഞ്ഞ് ബുദ്ധിമുട്ടിക്കണ്ട. ധൃതി പിടിച്ച് റൂമിലേക്ക് നടക്കാനൊരുങ്ങിയ റിയാസിനെ അവൾ തടഞ്ഞു നിർത്തി. ശബ്ദം കേട്ട് ഷംനയും ഇറങ്ങി വന്നു. അപ്പോഴേക്കും നൂറ റെഡിയായി നിൽക്കുന്നത് കണ്ടു. എന്തെന്ന് മനസ്സിലാവാതെ അവൾ അന്തം വിട്ട് നിൽക്കുന്നുണ്ട്. അവൾക്കും ഒരു ചിരി സമ്മാനിച്ചുകൊണ്ട് നൂറ റൂമിലേക്ക് നടന്നു. ആദ്യമേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഒരു ട്രാവൽ ബാഗ് പുറത്തേക്കിട്ട് ഹാൻഡ് ബാഗ് ചുമലിൽ തൂക്കി ശ്വാസം വലിച്ചു വിട്ടവൾ പുറത്തേക്ക് നടന്നു. പുറത്തെ തിണ്ണയിൽ തട്ടം കൊണ്ട് കണ്ണീരൊപ്പി ഉമ്മ പുറത്തേക്ക് നോക്കിയിരിക്കുന്നുണ്ട്. ഇത്താത്തമാരുമുണ്ട് ചുറ്റിനും. ഹാളിൽ ഇരിക്കുന്ന റിയാസിനെ നോക്കിയവൾ ഒന്നുകൂടി യാത്ര ചോദിച്ചു. പുറത്തേക്കുള്ള വാതിൽ ചാരി നിൽക്കുന്ന ഷംനയോടും അവൾ യാത്ര ചോദിച്ചു. ആ, നിരാശാകാമുകിയായി നാട് വിടുന്നതൊന്നും അല്ലല്ലോ അല്ലേ? എന്തായാലും ഞാൻ പറഞ്ഞത് ഇത്ര പെട്ടെന്ന് ഈ അനുസരിക്കുന്ന ഓർത്തിയില്ല. കളിയാക്കി പുച്ഛത്തോടെ പറയുന്നവൾക്ക് കൊടുക്കാൻ നൂറയുടെ കയ്യിൽ ഒരു പുഞ്ചിരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത്താത്തമ്മയുടെയും യാത്ര പറഞ്ഞവൾ ഉമ്മാക്കരികിലെത്തി. ഒരിക്കൽ പോലും വീട് വിട്ട് ഒരു രാത്രി പോലും നിൽക്കാത്തവളാണ് ആരാരും കൂട്ടുന്നില്ലാതെ ഒരിടത്തേക്ക് പോകുന്നത്. ഉമ്മാക്ക് അതിൻ്റെ വേവലാതി ആവോളം ഉണ്ടെന്ന് നൂറക്കറിയാം. ഒരു പക്ഷേ താൻ പോലും ഉണ്ടാവില്ല ഈ പറിച്ചുനടൽ. പക്ഷെ അനിവാര്യമാണ്. ഉമ്മയുടെ കൈകളിൽ ഒന്നമർത്തി പിടിച്ചു കൊണ്ടവൾ ആ കവിളിലൊന്ന് ചുണ്ടു ചേർത്തു. ഉമ്മ, ഞാൻ പോയിട്ട് വരാം. അപ്പോൾ മാത്രം അവളുടെ വാക്കുകൾ ഒന്നിടറി. കണ്ണുകൾ പെയ്യാനാഞ്ഞു. നൂറയുടെ കൈകൾ തന്നിൽ നിന്ന് വേർപെട്ടപ്പോൾ മാത്രം ആ ഉമ്മ സ്വന്തം കൈകളിലേക്ക് നോക്കി. ചുരുട്ടിപ്പിടിച്ച തൻ്റെ കൈകളിൽ നിർബന്ധപൂർവ്വം വെച്ചു തന്ന കുറച്ച് നോട്ടുകൾ.
ആ ഉമ്മക്ക് കണ്ണുകളെ നിയന്ത്രിക്കാനായില്ല. വായിലേക്ക് തട്ടം തിരികെ വെച്ചവർ കരഞ്ഞുപോയി. നൂറ ആ ചെറിയ ഇരുട്ടിലേക്ക് നടന്നകലുന്നവർ നോക്കുനിന്നു. അവളുടെ മുഖത്ത് ദുഃഖമായിരുന്നു. തൻ്റെ വീട് വിട്ടൊരു യാത്രയ്ക്ക് തയ്യാറെടുക്കുന്ന ദിനം വന്നെത്തി. എത്ര അവഗണനകളായിരുന്നു അവൾ ജീവിതത്തിൽ അനുഭവിച്ചു കൂട്ടിയത്. എത്ര പരിഹാസങ്ങൾ കേട്ടു തളർന്നു. വിരൂപയാണെന്ന മുഖത്ത് നോക്കി ആളുകൾ പരിഹസിക്കുമ്പോൾ, അപമാനത്തിൻ്റെ അങ്ങേതലം കാണുമ്പോഴും ഹൃദയം തൻ്റെ വേണ്ടപ്പെട്ടവർക്ക് കൂടെയുണ്ടല്ലോ എന്നൊരു സമാധാനമായിരുന്നു. പക്ഷേ ആർക്കും ഒരു ഭാരമായി മാറാതെ എന്നേക്കുമായി വീട് വിട്ടിറങ്ങാൻ നേരം ഒരു തിരിഞ്ഞുനോട്ടമുണ്ട്. ഇനിയൊരു മടക്കം തിരികെ കാണുമോ? ഈ യാത്ര അവൾക്കൊരു പുതുജീവിതമേകുമോ? നമുക്ക് കാത്തിരിക്കാം. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും.